നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ കൂടത്തായ് കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളി ജോസഫ് പുതിയ മേക്ക് ഓവറിൽ വന്നിരിക്കുകയാണ്. വലിയ ഫാഷനബിൾ ആയിട്ടാണ് ജോളി ഇത്തവണ എത്തിയിരിക്കുന്നത്. അവിടെ പരിസരത്ത് നിൽക്കുന്ന പോലീസുകാരോടൊക്കെ തന്നെ വലിയ സൗഹൃദത്തിലാണ്. നടപ്പും മട്ടും മാതിരിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജോളി എന്തോ ഒരു കേസ് തെളിയിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥയുടെ പവറിലാണ് ആശാത്തി. പരമ്പരാഗത വസ്ത്രധാരണ രീതികളിൽ നിന്ന് മാറി ജീൻസും ടോപ്പും അണിഞ്ഞ് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജോളി പോലീസുകാർക്കൊപ്പം എത്തിയത്. ജോളിയുടെ ഈ അപ്രതീക്ഷിത രൂപമാറ്റം കാണാൻ ചുറ്റും ആളുകൾ കൂടിയതോടുകൂടി പോലീസ് ഇവരെ വേഗത്തിൽ കോടതിക്കകത്തേക്ക് കയറ്റി. ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോളി ഒട്ടും ഭയമില്ലാതെ കൂടെയുള്ള പോലീസുകാരോട് തമാശ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കയ്യിൽ സ്പൈറൽ ബൈൻഡ് ചെയ്ത ഒരു കെട്ട് പേപ്പറുകളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സബ് ജയിലിൽ വിചാരണ തടവുകാരിയായി കഴിയുന്ന ജോളിയെ ബിരുദ പരീക്ഷ എഴുതുന്നതിനായി പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ജോളി. ഇപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഇവർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് ഉപരിപഠനത്തിന് തുടക്കമിട്ടത്. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കൂടത്തായിലെ സ്വന്തം കുടുംബത്തിലെ 6 പേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിൽ 2019 ഒക്ടോബർ 5-നാണ് ജോളി അറസ്റ്റിലാകുന്നത്. NIT പ്രൊഫസറാണെന്ന് വ്യാജമായി ചമഞ്ഞായിരുന്നു ഇവർ വർഷങ്ങളോളം ക്രൂരമായ കൊലപാതക പരമ്പരകൾ നടത്തിയത്. ഈ സംഭവങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ വലിയ ഞെട്ടലിലേക്ക് തള്ളിവിട്ടിരുന്നു. നിലവിൽ ചരിത്രത്തിൽ ബിരുദം നേടാനുള്ള കഠിന പ്രയത്നത്തിലാണ് ജോളി. ആകെ 8 പേപ്പറുകളിൽ ഇനി ഒരൊറ്റ പരീക്ഷ മാത്രമാണ് ഇവർക്ക് ബാക്കിയുള്ളത്. അവസാന പേപ്പറിലും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കാൻ ജയിലിൽ കഠിനമായി പഠിക്കുകയാണിവർ. 1ാം വർഷ പരീക്ഷയിൽ എല്ലാ പേപ്പറും ജോളി വിജയിച്ചിരുന്നു. സെൻട്രൽ ജയിലിലെ മറ്റൊരു തടവുകാരനും ഇതോടൊപ്പം BA ഹിസ്റ്ററി പരീക്ഷ എഴുതുന്നുണ്ട്. കൂടാതെ 35 തടവുകാർ തുല്യതാ പരീക്ഷയും എഴുതുന്നുണ്ട്. തടവു ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന പരിവർത്തനത്തിന് വിദ്യാഭ്യാസം അത്യാവശ്യമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കൂടുതൽ അന്തേവാസികൾ ഉപരിപഠനത്തിലേക്ക് തിരിഞ്ഞത്. പരീക്ഷ അവസാനിക്കുന്നതുവരെ ജോളി കണ്ണൂർ വനിതാ ജയിലിൽ തന്നെ തുടരും. ജയിലിൽ കഴിയുന്നതിനിടയിൽ വിഷാദ രോഗ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് ഇവർക്ക് കൗൺസിലിംഗ് നൽകി വരുന്നുമുണ്ട്. അതേസമയം ജയിലുകളിൽ തടവുകാർക്ക് പഠിക്കാനായി സൗജന്യ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തടവുകാർക്ക് വിദ്യാർത്ഥിയാകാൻ ഒരു രൂപ പോലും ആവശ്യമില്ല. പഠിക്കാനുള്ള സന്നദ്ധ മാത്രം മതിയാകും. അധ്യാപകരും പുസ്തകങ്ങളും പൂർണ്ണമായും സൗജന്യമായി നൽകും. ബിരുദാന്തര ബിരുദം ചെയ്യുന്നവർക്ക് അസൈൻമെന്റുകൾ തയ്യാറാക്കാൻ പ്രത്യേക സൗകര്യം വരെ ഉണ്ട്. നിശ്ചിത സമയങ്ങളിൽ ജയിൽ വാർഡന്മാരുടെ സാന്നിധ്യത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും പഠനാവശ്യങ്ങൾക്ക് സഹായം തേടാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. സൂപ്രണ്ട് K വേണു, വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 1 K രാജേഷ് കുമാർ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടീച്ചർ M രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജയിലിലെ പരീക്ഷാ നടപടികളും ഈ വിദ്യാഭ്യാസ നീക്കങ്ങളും നയങ്ങളും ഒക്കെ